2009 ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ തിരുപ്പൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരികയാണ്. ഒരുപാട് പോലീസുകാരെ സ്റ്റാലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പുറത്ത് നിർത്തിയിട്ടുണ്ട്. അതുപോലെ റോഡുകളിലും ഹൈവേകളിലും ഒക്കെ പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിർത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നിർത്തിയിരിക്കുന്ന പോലീസുകാരോടും പറഞ്ഞിരിക്കുന്നത് സ്റ്റാലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം വീടുകളിലേക്ക് പോകാൻ എന്നായിരുന്നു. പക്ഷേ ഒരു പോലീസുകാരി മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരുടെ പേര് ജയമണി. അവർ ഹൈവേയിൽ ഡ്യൂട്ടിക്ക് നിന്നവരാണ്. അവരെന്ത് ചെയ്തു? ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകാൻ വഴിയിൽ വണ്ടി കാത്തു നിന്നു. അപ്പോഴതാ ഒരു ലോറിയാണ് വരുന്നത്. ജയമണി അതിന് കൈ കാണിച്ചു. വണ്ടി നിർത്തി. അവർ ലിഫ്റ്റ് ചോദിച്ചു. ഡ്രൈവർ ലിഫ്റ്റും കൊടുത്തു. പക്ഷേ ജയമണി മഫ്റ്റിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പോലീസുകാരിയാണെന്ന് ആ ഡ്രൈവറിന് മനസ്സിലായില്ല. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ജയമണി ആരെന്ന് മനസ്സിലാക്കിയ ആ ഡ്രൈവർ എന്താണ് ചെയ്തത്? നമുക്ക് ആ സംഭവത്തിലോട്ടൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാ പോലീസുകാരും റിപ്പോർട്ട് ചെയ്തിട്ടും ജയമണി എന്ന വനിതാ കോൺസ്റ്റബിൾ മാത്രം റിപ്പോർട്ട് ചെയ്യാത്തത് എന്തെന്ന് മേലുദ്യോഗസ്ഥരൊക്കെ അന്വേഷിക്കുകയാണ്. അവർ നിർത്തിയിരുന്നത് ഹൈവേ ഡ്യൂട്ടിക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ വെച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായോ, ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചോ, ഇങ്ങനെയൊക്കെയാണ് മറ്റു പോലീസുകാർ ചിന്തിച്ചത്. അപ്പോൾ ഒരു പോലീസുകാരി പറഞ്ഞു, സാറേ, അവർ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് വീട്ടിൽ പോകില്ല. പകരം ഒരു ബന്ധുവുണ്ട് ഇവിടെ തിരുപ്പൂര്. അവരുടെ വീട്ടിലാണ് പോകുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പോലീസ് ജയമണിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടുന്നില്ല. അങ്ങനെ പോലീസ് നേരെ ജയമണിയുടെ ആ റിലേറ്റീവിൻ്റെ വീട് തപ്പിപ്പിടിച്ച് അവിടെ പോയി. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ജയമണി വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. പോലീസിന് ആകെ തലവേദനയായി. കാരണം ജനങ്ങൾക്ക് രക്ഷ നൽകാൻ നിർത്തിയിരുന്ന ഒരു പോലീസുകാരിയാണ് കാണാതായത്. ഏകദേശം 1 മാസം ജയമണിയെ തപ്പി പോലീസ് നടന്നു. ഒരു തുമ്പും കിട്ടിയില്ല. അപ്പോഴാണ് സേലം ഹൈവേക്കടുത്ത് ഒരു മൃതദേഹം നഗ്നമായി ചീഞ്ഞഴുകിയ നിലയിൽ കിടക്കുന്നുണ്ടെന്ന് അറിയാനിടയാവുന്നത്. പോലീസ് നേരെ അങ്ങോട്ട് ചെന്ന് അത് പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇത് കാണാതായ ജയമണിയുടെ ശരീരമാണെന്ന്. അതിന് കുറച്ചപ്പുറത്തായി അവരുടെ യൂണിഫോം അടങ്ങിയ ബാഗും കണ്ടുകിട്ടി. ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ബോഡി അയച്ചു. ഓട്ടോപ്സി റിപ്പോർട്ട് കണ്ട് പോലീസുകാർ ഒന്നടങ്കം ഞെട്ടിപ്പോവുകയാണ്. കാരണം അതിൽ പറയുന്നത് ജയമണി പല തവണ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. മാത്രവുമല്ല, റേപ്പ് ചെയ്ത ശേഷമാണ് അവരെ വളരെ മൃഗീയമായിട്ട് ടോർച്ചർ ചെയ്ത് കൊന്നിട്ടുള്ളതെന്ന്. പോലീസുകാർക്ക് തന്നെ അത് അറിഞ്ഞ് അത്ഭുതമാണ് തോന്നിയത്. കാരണം ഒരു പോലീസുകാരിയെ ഇത്തരത്തിൽ കൊല്ലാൻ ഇത്ര ധൈര്യമുള്ള ആരാണ് തിരുപ്പൂരിൽ ഉള്ളതെന്ന്. 1 മാസത്തിനകം ഈ ഒരു വാശിയോടെ തന്നെ പോലീസ് ഈ കേസ് അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തു. അയാളെ കോയമ്പത്തൂർ ജയിലിലും അടച്ചു. ഈ ന്യൂസ് പത്രങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിഞ്ഞ് പ്രതിയെ കാണാൻ തിരുപ്പൂരിലെ മറ്റ് സ്റ്റേഷനുകളിൽ നിന്നും സേലം, ധർമ്മപുരി എന്നിവിടങ്ങളിൽ നിന്നുമൊക്കെ പോലീസുകാർ വരെയാണ്. കാരണം അവരുടെയൊക്കെ സ്റ്റേഷനുകളിൽ ഈ വിധത്തിലുള്ള മർഡറുകൾ ഹൈവേയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതേ പാറ്റേണിലാണ് എല്ലാവരെയും കൊന്നിരിക്കുന്നത്. ഇതെല്ലാം ചെയ്ത ആ പ്രതിയാണ് ഇപ്പോൾ കോയമ്പത്തൂർ ജയിലിലായത്. ഇതാരെന്നറിയാമോ? ലോറി ഡ്രൈവറായ ശങ്കറാണ് ആ പ്രതി. ശങ്കറിനെ പറ്റി പറയുകയാണെങ്കിൽ അയാൾ സേലത്തിനടുത്തുള്ള കണിയാമ്പറ്റ എന്ന ഗ്രാമത്തിലുള്ള ആളാണ്. പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നു ഇയാൾ. എങ്ങനെയോ പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കി. അതിനുശേഷം ഇയാൾ ഒരു ലോറി ലോറിയിലെ ക്ലീനറായി കയറിക്കൂടി. കുറച്ച് വർഷങ്ങൾ ആ ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കവേ തന്നെ സ്വന്തമായിട്ട് ഒരു ലോറി വാങ്ങിച്ച് പിന്നെ അതാണ് ഇയാൾ ഓട്ടിച്ചത്. ഈ ലോറി ഓട്ടം ആയതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും ഇയാൾക്ക് പോകേണ്ടി വരികയും ഒട്ടുമിക്ക ഭാഷകളും അങ്ങനെ വശത്താക്കുകയും ചെയ്തിരുന്നു. നോർത്ത് ഇന്ത്യൻ സൈഡിൽ പോകുമ്പോൾ അവിടെയൊക്കെ ഈ ധാബകൾ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അടുത്തൊക്കെ ഈ ഒരുപാട് സെക്സ് വർക്കേഴ്സും ഉണ്ടായിരുന്നു. ഇവൻ അങ്ങനെയുള്ളവരുടെയൊക്കെ അടുത്ത് പോയി ലോഹ്യം കൂടി അവരെ പല സ്ഥലങ്ങളിലും ഈ ലോറിയിൽ കൊണ്ടുപോയി കാര്യം നടത്തിയിരുന്നു.
സാധാരണ ഈ തൊഴിൽ ചെയ്യുന്നവർ അവരുടെ കസ്റ്റമേഴ്സിന് അവരുടെ സ്ഥലത്താണ് കൂട്ടിക്കൊണ്ടു പോവുക. പക്ഷേ ശങ്കർ അങ്ങനെയല്ല. ശങ്കർ ഇവരിൽ നിന്ന് നല്ല വിശ്വാസം സമ്പാദിച്ചത് കൊണ്ട് തന്നെ ഇയാൾ വിളിക്കുമ്പോൾ ഇയാൾക്കൊപ്പം ഇവരൊക്കെ പോയിരുന്നു. കൊണ്ടുപോകുന്നവരെയൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ കാര്യം കഴിഞ്ഞ ശേഷം ഇവൻ അവരുടെ പണവും എന്തെങ്കിലും സ്വർണം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിയെടുത്ത് ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിട്ടിരുന്നു. അവരിൽ പലരും പരാതിയുമായിട്ട് ചെന്നാൽ ആരും അവരുടെ വാക്കുകൾ കേൾക്കാൻ പോലും തയ്യാറായില്ല എന്നതാണ് കഷ്ടം. അങ്ങനെ പോകവേ ഇയാൾ ഇങ്ങനെ കൊണ്ടുപോയതിൽ ഒരു സ്ത്രീ ഇയാളെ എതിർക്കുകയാണ്. അതോടെ ഇവൻ ആ സ്ത്രീയുടെ കഴുത്തറത്തപ്പോൾ അവരുടെ കഴുത്തിൽ നിന്നും രക്തം ചീറ്റുന്നതും മരണവെപ്രാളത്തിൽ അവരുടെ വായിൽ നിന്നും വന്ന വിസില് പോലത്തെ സൗണ്ടും ഇവനെ ഹരം കൊള്ളിച്ചു. അത് കുറച്ച് മാറി നിന്ന് ആസ്വദിച്ച ശേഷം ഇവൻ ആ നിലയിൽ കിടക്കുന്ന അവരെ പലവട്ടം വീണ്ടും വീണ്ടും റേപ്പ് ചെയ്തുവെന്നാണ് അത്ഭുതം. ഇതിനിടയിൽ ആ സ്ത്രീ മരിച്ചെങ്കിലും വീണ്ടും മരിച്ച അവരെ ഇവൻ റേപ്പ് ചെയ്തു. ഇതിൽ പിന്നീട് സംഭവിച്ചത് സെക്സ് വർക്കേഴ്സ് മാത്രമല്ല, കൊച്ചു കുട്ടികൾ മുതൽ 60 വയസ്സ് കഴിഞ്ഞവരെ പോലും, അതായത് കൃഷിക്ക് പോകുന്ന സ്ത്രീകൾ, ഒറ്റയ്ക്ക് ഫാം ഹൗസിലോട്ട് ജോലിക്ക് പോകുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരെ മാത്രമാണ് ഇവൻ റേപ്പ് ചെയ്ത ശേഷം ക്രൂരമായി കഴുത്തറത്ത് കൊല്ലുന്നത്. മരണം ഉറപ്പാവും വരെ വീണ്ടും വീണ്ടും അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിലൊക്കെ അതിശയം എന്താണെന്ന് വെച്ചാൽ ഒരു പെറ്റി കേസിൽ പോലും ഇയാളെ പോലീസ് ഒരിടത്തും പിടിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെ പോകവെയാണ് ജയമണി എന്ന 39കാരി വനിതാ കോൺസ്റ്റബിളിനെ കാണുന്നതും വണ്ടിയിൽ കയറ്റുന്നതും. ഇവൻ അറിയില്ലായിരുന്നു ഇവരൊരു പോലീസുകാരിയാണെന്ന്. അവരെയും ഇതുപോലെ കൊന്ന ശേഷമാണ് ബാഗിൽ അവരുടെ യൂണിഫോം കാണുന്നത്. തിരുപ്പൂര് പോലീസാണ് ഇവൻ ആദ്യമായിട്ട് ഈ കേസിൽ പിടിക്കുന്നത്. പിന്നീടുള്ള കണ്ടെത്തലിലാണ് ഇവൻ സഞ്ചരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതേ പാറ്റേണിൽ ഒരു മർഡറെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് തെളിയുന്നത്. ഈ കേസിൽ അറസ്റ്റിലായ ശങ്കറിനെ പല കേസുകളിൽ കോടതിയിൽ കൊണ്ടുപോകേണ്ടതായി വന്നു. അങ്ങനെ ധർമ്മപുരി കോടതിയിൽ ഇവനെ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം 2 പോലീസ് കോൺസ്റ്റബിൾമാരെയും കൂട്ടി വിടുകയാണ്. അവിടെ ഹാജരാക്കിയിട്ട് തിരിച്ച് സേലത്ത് ഇവനെ കൊണ്ടുവരണം. ഇത്രയും വലിയൊരു ക്രിമിനലിനെ കൊണ്ടുപോകാൻ 2 പോലീസ് കോൺസ്റ്റബിൾമാരെയും കൂട്ടിയാണ് വിടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, അതും ബസ്സിൽ. ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇയാൾ പറയുകയാണ്, ഞാൻ സാധാ ബസ്സിൽ വരില്ല, എനിക്ക് ഡീലക്സ് ബസ് തന്നെ വേണമെന്ന്. ഇയാൾ ഇതും പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി. ഈ 2 പോലീസുകാർ മാത്രമേ ഉള്ളൂ. അവരെന്ത് ചെയ്യും? നാണക്കേട് കരുതി അതിൽ ഒരു കോൺസ്റ്റബിള് ഡീലക്സ് ബസ് ഉണ്ടോ എന്ന് നോക്കാൻ തിരിഞ്ഞതും മറ്റേ കോൺസ്റ്റബിളിനെ തള്ളിയിട്ട് ഇവൻ ഓടി രക്ഷപ്പെട്ടു. ഇത് ഭയങ്കര വാർത്തയും വൻ പ്രശ്നവുമായി. ഇവന്റെ പേരിൽ കേസുള്ള എല്ലാ സ്റ്റേഷനുകളിലും ഇത് വൻ ഷോക്കാവുകയാണ് ചെയ്തത്. മേളിൽ നിന്നുള്ള പ്രഷർ താങ്ങാൻ വയ്യാതെ മനം നൊന്ത് കൂടെ പോയ 2 കോൺസ്റ്റബിൾമാരിൽ ഒരാൾ തൂങ്ങി മരിച്ചു. ഒരാൾക്ക് സസ്പെൻഷനും കിട്ടി. പിന്നീട് കുറേ അന്വേഷിച്ചിട്ട് ഇവനെ പിടിക്കാൻ സാധിച്ചില്ല. ശങ്കർ ഒരുപാട് ചുറ്റിത്തിരിഞ്ഞ് കർണാടകയിലെ ഇലങ്ക എന്ന സ്ഥലത്തെത്തുകയും അവിടെ കൃഷിപ്പണിക്ക് പോകാൻ ഇറങ്ങിയ ഒരു സ്ത്രീയെ കണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് കുറച്ച് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. പാവം തോന്നി അവരെ വീട്ടിൽ കയറ്റി ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തു. തീറ്റയും കുടിയും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവന്റെ ഉള്ളിലെ വൃത്തികെട്ടവൻ പുറത്തു വന്നു. ഇവൻ ആ സ്ത്രീയെ കയറി പിടിച്ച് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവിടെ ചുറ്റോട് ചുറ്റും കൃഷിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ വിളി കേട്ട് പാടത്ത് നിന്നവരും അടുത്ത വീട്ടിലുള്ളവരും ഒക്കെ കൂടി ഓടി വന്ന് ഇവൻ അവിടെ ഒരു തെങ്ങിൽ പിടിച്ചു കെട്ടിവെച്ച് തലങ്ങും വിലങ്ങും അടിച്ചു പിരുത്തു. എന്നിട്ട് അവർ പോലീസിന് കൈമാറി. പരപ്പന അഗ്രഹാര ജയിലിൽ ഇയാളെ 2011 കൊണ്ടുപോവുകയാണ്. ഭയങ്കര കരുതലോടെ ഒരു പ്രത്യേക സെല്ലിലാണ് ഇവൻ അവിടെ പാർപ്പിച്ചിരുന്നത്. അവിടെ കറണ്ട് പോയ സമയത്ത് അവിടെ നിന്നും ഇയാൾ വളരെ സാഹസികമായിട്ട് 30 അടിയോളമുള്ള 3 മതിലുകൾ ചാടി. അവിടുത്തെ പണിയാവശ്യത്തിന് വച്ചിരുന്ന തടികളും മെഷീൻസും ഒക്കെ ഇതിന് ഉപയോഗിച്ചു. മാത്രവുമല്ല, ജയിൽ ചാടുന്ന നേരത്ത് ഇവൻ ധരിച്ചിരുന്നത് തടവുകാരൻ്റെ ഡ്രസ്സല്ല, മറിച്ച് പോലീസ് യൂണിഫോമായിരുന്നു. അതെങ്ങനെയെന്നല്ലേ? ഇവൻ ജയിലിൽ ചാടിയ ശേഷം പോലീസ് പുറത്ത് അന്വേഷിക്കുന്ന കൂട്ടത്തിൽ തന്നെ ജയിലിനകത്തും ഒരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത്
3 വാർഡർമാർ, 2 ജയിലർമാർ, 6 സെക്യൂരിറ്റീസ്, ഇങ്ങനെ 11 പേരാണ് ഇവനെ അതിൻ്റെ അകത്ത് സഹായിച്ചിരുന്നതെന്ന്. അവരെ എല്ലാവരെയും സസ്പെൻഡ് ചെയ്തു. ഇവന് ജയിലിൽ അടുപ്പമുള്ള ഏതെങ്കിലും പുള്ളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് മനസ്സിലായി. പക്ഷെ അയാൾ ശിക്ഷ കഴിഞ്ഞ് റിലീസായി കഴിഞ്ഞിരുന്നു. അപ്പോൾ പോലീസിന് ഉറപ്പായിരുന്നു ഇയാൾ എന്തായാലും ആ ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കില്ല എന്ന്. പോലീസിന്റെ നിഗമനം തെറ്റിയില്ല, ഇവൻ ആ ആളെ കോണ്ടാക്ട് ചെയ്തു. എന്നാൽ അതിനു മുന്നേ പോലീസ് അയാളുടെ വീട്ടിൽ എത്തിയിരുന്നു. അയാളോട് ഒരു സംശയവും തോന്നാത്ത വിധത്തിലാണ് ശങ്കറിനോട് സംസാരിക്കാൻ പറഞ്ഞത്. ശങ്കർ അയാളോട് ആവശ്യപ്പെട്ടത് രക്ഷപ്പെടാൻ ഒരു ബൈക്കായിരുന്നു. പോലീസ് അവൻ ഇരിക്കുന്ന സ്ഥലം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇയാൾ വഴി ശങ്കറിന്റെ ഒളിസങ്കേതം കണ്ടെത്തി. ജയിലിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെ ഒരു അടഞ്ഞ വീട്ടിലായിരുന്നു ശങ്കർ ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന് പോലീസ് ഇയാളെ പിടികൂടി. 2013 വീണ്ടും ഇവനെ ജയിലിലടച്ചു. ജയിൽ ചാട്ടത്തിനിടയിൽ ഇവന്റെ കാലൊടിഞ്ഞു പോയിരുന്നു. ഗവൺമെന്റിന്റെ ചിലവിൽ തന്നെ കാലൊക്കെ സർജറി ചെയ്ത ശേഷം ഹൈ സെക്യൂരിറ്റി സെല്ലിലോട്ടാണ് പിന്നെ മാറ്റിയത്. 24 മണിക്കൂറും വാച്ച് ചെയ്യാൻ CCTV ക്യാമറയും സെറ്റ് ചെയ്തു. സെല്ലിന്റെ പൂട്ടാണെങ്കിൽ ഇവനെക്കാളും ഹൈറ്റിലാണ് ഇട്ടിരുന്നത്. ട്രീറ്റ്മെന്റ് ഒക്കെ സെല്ലിനകത്ത് തന്നെ നൽകിയിരുന്നു. അങ്ങനെ പ്രത്യേക നിരീക്ഷണത്തിൽ 5 വർഷം കടന്നുപോയി. 2018 ഫെബ്രുവരി 25 വീണ്ടും ഇവൻ ജയിൽ ചാട്ടത്തിനൊരു ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. അതോടെ പണിഷ്മെന്റ് സെല്ലിൽ കൊണ്ടിട്ടു. എന്നാൽ തൊട്ടടുത്ത ദിവസം ജയിലിൽ വന്ന ഒരു ബാർബറിന്റെ കയ്യിൽ നിന്നും അയാൾ പോലും അറിയാതെ ഒരു ബ്ലേഡ് ഇവൻ അടിച്ചു മാറ്റി സ്വന്തമായി കഴുത്തറത്തു. രാത്രി റൗണ്ട്സിന് വന്ന വാർഡൻ നോക്കുമ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശങ്കറിനെയാണ് കാണുന്നത്. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രാവിലെ 5:30 ആ നല്ല വാർത്ത പുറത്തു വന്നു, ശങ്കർ മരിച്ചുവെന്നു. അവൻ ചാകുമ്പോൾ അവൻ്റെ പേരിൽ 30 റേപ്പ് കേസസ്, 19 മർഡർ കേസസ്, പിടിച്ചുപറി, ഇങ്ങനെ നിറയെ കേസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ ഈ കേസിൻ്റെ അന്വേഷണ ടീമിലുണ്ടായിരുന്ന സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് കുറഞ്ഞത് 200-250 റേപ്പിംഗ് എങ്കിലും നടത്തിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യാത്തതും ഉണ്ടെന്നാണ്. എന്തായാലും ഈ കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.